ബൃഹത്തായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ, അതായത് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും എന്നുള്ളതാണ് നാം ഇപ്പോൾ ധ്യാനിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് കൺക്ലൂഡ് ചെയ്യണമെന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ ദൈവം അനുവദിച്ചാൽ ഈ ഡിസംബർ മാസം നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ കടന്നു പോകാൻ ഇപ്രാവശ്യം പറ്റുമോ എന്ന് വിചാരിച്ചതല്ല, എങ്കിലും പല തടസ്സങ്ങളുണ്ടായിരുന്നു. എങ്കിലും ദൈവം അനുകൂലമായ സാഹചര്യം ഒരുക്കുമ്പോൾ കടന്നു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അത് പൂർണ്ണതോതിൽ ദൈവം നിവർത്തിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം ഇത് അടിസ്ഥാനപരമായ ഒരു ദൈവവേദൽ മനസ്സിലാക്കേണ്ട ഒരു ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ്. ഇത് വേണ്ടും വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല വിധത്തിലുള്ള സംശയങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ യാത്രകളിൽ ഉണ്ടായി വരുന്നത്. എന്താണ് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ, പലവട്ടം നമ്മളത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദ ഗാഡ് ഹൂ ഈസ് റിവീൽഡ് ഇൻ ദ സ്ക്രിപ്ചർ, ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി, അവനാണ് പരമാധികാരി. ദ കൺട്രോളർ, നിയന്ത്രിതാവ്. ഓതർ, ഉപജ്ഞാതാവ്. ഓണർ, ഉടമസ്ഥൻ. ആൻഡ് ഓവറോൾ ദ ഡെസ്റ്റൈനർ ഓഫ് എവറിത്തിങ് വി സീ ഓർ ദാറ്റ് ഈസ് അൺസീൻ, കാണുന്നതും കാണാത്തതുമായ സകലത്തിൻ്റെ മേലും അധികാരവും നിയന്ത്രണവും ഉപജ്ഞാതാവും ഉടമസ്ഥനും ഉള്ള ഒരു ദൈവത്തെയാണ് തിരുവെഴുത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കാണുന്നത്. അതായത് കാണുന്നതും കാണാത്തതും ആയിട്ടുള്ള സകലത്തിൻ്റെയും അധികാരിയും നിയന്ത്രിതാവും ഉപജ്ഞാതാവും ഉടമസ്ഥനും സർവോപരി സകലത്തെയും മുൻനിർണയിച്ച് നിയന്ത്രിക്കുന്നവനും നിയമിക്കുന്നവനും അവിടുന്നാണ്. അതിനപ്പുറത്തൊരു അധികാരമില്ല. ഹി ഈസ് ദ അതോറിറ്റി. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് സർവാധികാരങ്ങളും. അപ്പോൾ അത് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തിന്മ എന്തുകൊണ്ട് ലോകത്തിൽ അനുവദിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം പാപം എന്നുള്ളതാണ്. പാപമാണ് തിന്മയ്ക്ക് കാരണമായിരിക്കുന്നത്. അതായത് ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നന്മ തിന്മ എന്നത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. തിന്മ എന്ന് മനുഷ്യൻ പറയുന്ന വിഷയത്തിലും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം മഹത്വമെടുക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. തിന്മ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന വിഷയങ്ങളിലും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊരു ഡെഫിനിഷൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നത്തിങ് ഹാപ്പൻസ് വിതൗട്ട് ഗാഡ് വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ. വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഹാപ്പൻസ്. അതായത് ഒന്നും തന്നെ ദൈവം ഇച്ഛിക്കാതെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിക്കുന്നു. സംഭവിച്ചത് ആ നിലയിൽ സംഭവിച്ചത് താൻ ഇച്ഛിച്ചതിനാലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇതൊന്ന് പറയാൻ ശ്രമിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ദൈവം ഇച്ഛിക്കാതെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിച്ചു. സംഭവിച്ചത് ആ നിലയിൽ സംഭവിച്ചത് താൻ ഇച്ഛിച്ചതിനാലാണ്. എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് നമ്മുടെ ചിന്തകളിൽ അത് വരുത്തുന്നറിയോ? ഇന്ന് പല സഹോദരങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു പരമാധികാര ചിന്ത, ആ ഒരു അറിവില്ലാത്തത് കൊണ്ട് അവർ അവരുടെ ചിന്തനകളിൽ തന്നെ ബന്ധനസ്ഥരാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നന്ദി പറയുവാൻ, രക്ഷയെ ഓർക്കുവാൻ, ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ ഒന്നും അവർക്ക് കഴിയുന്നില്ല. പിന്നെ കുറേ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ അവർ എഫർട്ട് എടുക്കുന്നുണ്ട്, ആത്മാർത്ഥത ഉണ്ട്, ഭയങ്കര എഫർട്ട് എടുക്കും. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ ഈ ഒരു വലിപ്പം, ദൈവം ആരാണെന്നുള്ള യാഥാർത്ഥ്യം, ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ മുഴു ചിത്രം അവർക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ദാറ്റ്സ് എ സാഡ് സ്റ്റേറ്റ്. അതൊരു വളരെ കഷ്ടകരമായ അവസ്ഥയാണ്. ഏത് കാര്യത്തിൻ്റെ പുറകിൽ ദൈവത്തെ കാണാൻ കഴിയാതെ,
മറ്റു പലതിനെയും കാണുവാൻ തക്കവണ്ണം അവർ തത്രപ്പെടും. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതിൻ്റെ പിന്നിൽ സംഭവം ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാതിനെയും അവർക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെയല്ല എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ, ഞാനൊരു ദൈവവൈതലിൻ്റെ കാര്യമായി പറയുന്നു, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാൽ അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ടാവും, അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു മഹത്വം ഉണ്ടാവും, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ അത് വായിക്കാറുണ്ട്. അതുപോലെ തന്നെ നടന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ഉടനീളം ചരിത്രത്തിൽ നാം കാണാറുണ്ട്, നമ്മുടെ ജീവിതത്തിലും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക വിഷയം നമ്മുടെ ജീവിതത്തോട് അൺഎക്സ്പെക്റ്റഡായി ചേർന്ന് വരുമ്പോൾ ഇന്നലെ നടന്ന അത്ഭുതം, ഇന്നലെ കണ്ട ദൈവത്തിൻ്റെ കരം ഇന്ന് കാണുമെന്ന് വിശ്വസിക്കാൻ പലപ്പോഴും പാടാണ്. ഈ കർത്താവ് ലാസർ മരിച്ച ശേഷം 4 ദിവസം കൂടെ താൻ ആയിരുന്നിടത്ത് പാർത്ത ശേഷമാണ് നമ്മുടെ സഹോദരൻ ലാസർ അവൻ ഉറങ്ങുക, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്, തീർച്ചയായിട്ടും അവനെ ഉണരും. പക്ഷെ കർത്താവ് പിന്നെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ലാസർ മരിച്ചു, നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുക, കാരണം നിങ്ങളിത് കാണും ഉയർത്തുന്നു. ഇപ്പോൾ കർത്താവ് ബഥാന്യ എന്ന ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ ആദ്യം ഓടി വന്ന് നമസ്കരിച്ചത് ആരാന്നറിയോ? മാർത്തയാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. തീർച്ചയായിട്ടും വരുന്ന സമയത്ത് എന്തു ചെയ്യും? അല്ലല്ല, ആദ്യം പറയുന്നതറിയോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ല. പിന്നെ പറയും പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അപ്പം 2 കാലങ്ങളിലുള്ള വിശ്വാസമുണ്ട്. ഇന്നലെ ഭയങ്കരമാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? മരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെക്കുറിച്ച് ഭയങ്കര ഉറപ്പാണ്, നാളത്തെക്കുറിച്ച് നല്ല പ്രത്യാശയുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് പറഞ്ഞ നാളത്തെ ഇന്നലത്തെ കാര്യമല്ല, കർത്താവ് പറഞ്ഞ ഇന്നാണ്. ആ കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മാത്രം എത്തുന്നൊരു വെളിപ്പാടാണത്. ഇന്ന് അവൻ പ്രവർത്തിക്കും. കർത്താവ് ഇന്നിൻ്റെ ദൈവമാണ്. അപ്പോൾ ഇന്നലത്തെ കാര്യം അറിയാം, നാളത്തെ കാര്യം വന്നിട്ടുമില്ല. നമ്മൾ ഇന്നാ ജീവിക്കുന്നത്, ഇന്നാണ് നമുക്ക് വിശ്വാസം ഇല്ലാത്തത്. സ്തോത്രം. ഇന്നലത്തെ കഴിഞ്ഞുപോയി, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ശിഷ്യന്മാരതല്ലേ പറയുന്നേ, ഫിലിപ്പോസിനോട് ചോദിച്ചു, ഓരോരുത്തന് എന്താ നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? ഓരോരുത്തർക്ക് അല്പാൽപ്പം കൊടുക്കാൻ വേണ്ടി $200 ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടോ? 5 പൈസ കയ്യിലില്ല. അപ്പോൾ പറയാ 200 ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഇല്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്, അതായത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വർധനവിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ കടന്ന് ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. നമുക്കറിയാം, ഇത്രയും വർഷത്തിനിടയിൽ ദൈവം നമ്മെ പരിപാലിച്ചതാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നാളെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്നാണ് നമ്മൾ വിശ്വാസം അങ്കുരിക്കേണ്ടത്. ഇന്നാണ് നമുക്ക് കർത്താവിനെ കുറിച്ച് ആ വെളിപ്പാട് യഥാർത്ഥത്തിൽ വേണ്ടിയത്. ഈ പഠനം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ദൈവം ഇച്ഛിക്കാതെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിച്ചു. സംഭവിച്ചത് ആ നിലയിൽ സംഭവിച്ചത് താൻ ഇച്ഛിച്ചതിനാലാണ്. ഏതൊരു ഉപദേശം പോലെ ഈ ഒരു ഉപദേശവും ഒരു വെളിപ്പാടായി നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. ഞാൻ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ യാദൃച്ഛികമായിട്ട് പറഞ്ഞതല്ല. നമ്മൾ മിക്കവാറും ആ വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമ പറയുന്നത് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലാണ്, അല്ലേ? പക്ഷെ സുവിശേഷീകരണം ചെയ്യുമ്പോൾ നല്ല നിലമെന്ന് പറയുന്ന ഒരു നിലം ഒരു പാപിയുടെയും ഹൃദയത്തിലില്ല. അപ്പോൾ ഈ നല്ല നിലമെന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? വിശ്വാസികളുടെ കാര്യം തന്നെയാണ്. പക്ഷെ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ പോലും മുള്ളുകൾ നിറഞ്ഞ അനുഭവമുണ്ട്. കർത്താവ് പിന്നെ അത് വിവരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മുള്ളു നിറഞ്ഞ അനുഭവം, പാറ പോലെ വിവിധ അനുഭവങ്ങളുടെ നടുവിൽ ഉറച്ച അനുഭവം, പിന്നെ
ഇത് വീഴുമ്പോൾ തന്നെ പറവ എടുത്തുകൊണ്ട് പോകുന്ന അനുഭവം. പിന്നെ നല്ല നിലം, ആ നിലത്തിൽ മാത്രമേ ഇതെന്ത് ചെയ്യത്തുള്ളൂ. ഈ വിത്തിൻ്റെ കുഴപ്പമല്ല, ഹൃദയത്തിൻ്റെ കുഴപ്പമാണ്, നിലത്തിൻ്റെ കുഴപ്പമാണ്. ദ സീഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബ്രിങ് ഫോർത്ത് 100-fold ഫ്രൂട്ട്, അല്ലേ? 100 മടങ്ങ് ഫലം കൊണ്ടുവരുവാൻ ആ വിത്തിന് ശക്തിയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഹൃദയമാ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും നാം കേൾക്കുന്ന ഈ വചനത്തെ ഒരു വെളിപ്പാടായി, ഒരു ഉൾക്കാഴ്ചയായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സ്വീകരിച്ച് ആ ഒരു ബോധ്യത്തിൽ നാം ജീവിച്ചാൽ ജീവിതത്തിൻ്റെ മുൻ വരുന്ന ഏത് വിഷയത്തെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് ധൈര്യത്തോടെ കഴിയും. കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങൾ ഈ പരമാധികാരത്തോടുള്ള സോവറിനിറ്റിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചു വരുന്നത് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും എന്നുള്ള വിഷയത്തിൽ. അതെന്തിനാ ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തെ അധികം ആരാധിപ്പാൻ അവൻ എന്നെ ബലപ്പെടുത്തും. കാരണം അവൻ എന്നെ രക്ഷിച്ച ആ വിധമാണ് നാം ചിന്തിക്കുന്നത്. 2, സുവിശേഷീകരണത്തിനായി എന്നെ അത് പ്രേരിപ്പിക്കും. കാരണം കർത്താവിനെ കൂടാതെയുള്ളൊരു മനുഷ്യൻ്റെ അന്ത്യമെന്ന് പറയുന്നത് ഇതുപോലെ പരിതാപകരമായ മറ്റൊരു വിഷയമില്ല, ഇല്ലേ? ഇന്ന് കർത്താവ് വന്നാൽ കർത്താവിനെ അറിയാത്തവർ എവിടാണെന്നുള്ളത് വചനം പറയുന്നുണ്ട്. യാതൊരു സംശയം വേണ്ട. എല്ലാവരെയും കർത്താവ് രക്ഷിക്കുന്നില്ല, എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയമുള്ളവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ, നമുക്കറിയാവുന്നവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുജനങ്ങളിലുള്ള അനേകർ ഇപ്പോഴും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തതായി ഉണ്ട്. ഈ പഠനത്തിലൂടെ നമുക്ക് സുവിശേഷീകരണത്തിനുള്ള താല്പര്യവും എന്ത് ചെയ്യണം? വർദ്ധിക്കണം. മനുഷ്യന് സ്വയം രക്ഷിക്കാൻ കഴിയില്ല എന്ന് നാം കണ്ടു. കാരണം വചനമാണ് പറയുന്നത്, നമ്മുടെ അഭിപ്രായമല്ല. എന്താണ് വചനം പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അവിടെ കൊണ്ട് നിർത്തിയില്ല, ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അതായത് മനുഷ്യൻ്റെ സ്വയ ഇച്ഛയിൽ ദൈവത്തെ അന്വേഷിപ്പാൻ അവന് കഴിയത്തില്ല. കാരണം അവൻ്റെ ഇച്ഛ, അവൻ്റെ തീരുമാനശക്തി, അവൻ്റെ വിൽ പവർ, അവൻ്റെ ചിന്തകൾ എല്ലാം അവൻ്റെ പാപ പ്രകൃതത്തിന് വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അവിടെയാണ് നമുക്കെന്തോ വേണം, ദൈനംദിനത്തിൽ ഒരു രൂപാന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വേണം എന്നൊരു കൽപ്പനയായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജനനം നമുക്ക് ലഭിച്ചു. അത് ആത്മാവിനാൽ ലഭിക്കുന്ന ഒരു ജനനമാണ്. അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നീ കടക്കുകയില്ല. എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? നിക്കോദെമോസ് ചോദിക്കുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും അല്ലാതെ ഉയരത്തിൽ നിന്നുള്ള ഒരു ഇൻ്റർവെൻഷൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നടക്കാത്രത്തോളം കാലം ആ വ്യക്തിക്ക് ദൈവത്തെ അന്വേഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ആ മനുഷ്യന് ദൈനംദിനത്തിൽ എന്തു വേണം? മാനസാന്തരം വേണം. അതിലേക്ക് നമ്മൾക്ക് വരാം. അപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ദൈവം തൻ്റെ കരുണയിൽ, തൻ്റെ കൃപയിലും ക്രിസ്തുവിലാണ് നമ്മെ എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. നമ്മെ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തത്. ഏകദേശം 350ഓളം വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പറയുകയുണ്ടായി. 350ഓളം വാക്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, പഠിപ്പിക്കലാണ്, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശുവിൽ, ഇൻ ഹിം അവനിൽ, ഇൻ ദ ലോർഡ് കർത്താവിൽ. ഈ 4 പദപ്രയോഗങ്ങൾ 350ഓളം പ്രാവശ്യം പറഞ്ഞിരിക്കുക പുതിയ നിയമത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? എഫെസ്യ ലേഖനം 1:4 ഒന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 1:4. എഫെസ്യ ലേഖനം 1-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവ് നമുക്ക് കാണാം. 1:4 ഒന്ന് വായിച്ച്. അവനിൽ, കണ്ടോ? ഇൻ ഹിം, അവനിൽ. എങ്ങനെ? ലോകസ്ഥാപനത്തിന് മുമ്പേ ആരില്ല തെരഞ്ഞെടുത്തത്? നാം ആരില്ല? ക്രിസ്തുവിൽ. അതിന് മുമ്പേ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താൽ, 3-ാം വാക്യം, നമ്മെ ക്രിസ്തുവിൽ, കണ്ടോ? ക്രിസ്തുവിലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. 2, നമ്മെ തെരഞ്ഞെടുത്തത് അവനിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ്. ഇനിയും 7-ാം വാക്യം,
അവനിൽ നമുക്ക്, അതായത് ക്രിസ്തുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ 9-ാം വാക്യം, അവനിൽ താൻ മുൻ നിർണയിച്ച് തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അതെന്താണെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു. ഇനി 11-ാം വാക്യം, അവനിൽ നാം അവകാശം പ്രാപിച്ചു. കണ്ടോ? ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇൻ ദ ലോർഡ്. ഇനി താഴോട്ട് വരുമ്പോൾ 13-ാമത്തെ വാക്യം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. ഈ മൂലഭാഷയിൽ ഈ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ സെൻറ്റൻസാണ്. കാരണം നിർത്താൻ പറ്റില്ല. അത്രയ്ക്ക് ആശയസമ്പുഷ്ടമാണ് ആ പാസേജ് എന്ന് പറയുന്നത്. അതിനകത്ത് എത്ര പ്രാവശ്യമാണ് കർത്താവിൽ 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 എന്ന് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മെ തിരഞ്ഞെടുത്തത് ആരല്ല? കർത്താവില്ല. നാം ഇപ്പോൾ ആരില്ല? നാം ക്രിസ്തുവില. ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. വി ആർ ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നപ്പോൾ നമ്മെ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തത്. മനുഷ്യന് സ്വയമായി രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല. ദൈവം അവനെ രക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ്റെ പ്രകൃതം അവൻ്റെ പാപപ്രകൃതത്തിന് വിധേയമായിട്ടായതുകൊണ്ട് മനുഷ്യൻ്റെ തീരുമാനം കൊണ്ട് അവനെ രക്ഷപ്പെടുവാൻ സാധിക്കില്ല. ഇതെല്ലാം നാം ചിന്തിച്ചു. ഇനിയും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കാര്യം ഒന്ന് തിരുത്ത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം നാം ധ്യാനിച്ചപ്പോൾ 3-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളൊക്കെ നമ്മൾ അന്ന് വളരെ വിശദമായിട്ട് ധ്യാനിച്ചത്. പക്ഷേ ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ പത്രോസിൻ്റെ ആ ലേഖനം റെഫർ ചെയ്തപ്പം ഒരു ചെറിയ ഒരു പാകപ്പിഴ വ്യാഖ്യാനിച്ചപ്പോൾ വന്ന് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ, ആത്മാവിൽ അവൻ ചെന്നു എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇത് പറയുന്നത് മരണശേഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ യാഗമരണത്തിന് ശേഷം കർത്താവ് ചെന്ന് തടവിലായിരുന്നവരോട് പ്രസംഗിച്ചു എന്നല്ല. അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് അനുസരിക്കാത്തവർക്കില്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മാത്രമേ രക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉള്ളൂ. ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. രക്ഷിക്കപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൻ്റെ നീതിയിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് നീതീകരണം ഉണ്ടാകുന്നത്. പക്ഷേ അത് നമ്മുടെ ഈ ലോക ജീവിതകാലത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചപ്പോൾ സൈമൾട്ടേനിയസ്ലി നോഹ എന്ത് ചെയ്യുകയാണ്? പെട്ടകവും ഒരുക്കുന്നുണ്ട്. എന്നാൽ 8 പേരൊഴികെ ബാക്കി എല്ലാവരും ഈ പ്രസംഗത്തെ അനുസരിച്ചില്ല. അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത്, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം തൊട്ട് വായിക്കാം. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് നോഹ പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പോൾ നോഹ പ്രസംഗിക്കുന്നു, നോഹ പെട്ടകം ഒരുക്കുന്നു, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ആരെങ്കിലും ഒരുത്തനും കൂടെ എന്ത് ചെയ്യും? രക്ഷപ്പെടണം. പക്ഷേ ആരെങ്കിലും രക്ഷപ്പെട്ടോ? ആരും രക്ഷപ്പെട്ടില്ല. 1000 പേരാണ് അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ 992 പേരും എന്ത് ചെയ്തു? അനുസരിക്കാത്തവരായി. അവരിപ്പോൾ എവിടെയാണ്? നിത്യദണ്ഡനത്തിലാണ്, യാതന സ്ഥലത്താണ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? അവൻ ചെന്ന് പ്രസംഗിച്ചു എന്ന്. അതായത് ഏറ്റവും ദൈവവചനത്തോട് ചേർന്നിരിക്കുന്ന രണ്ടാമത് ഒരു രക്ഷയ്ക്കുള്ള ചാൻസ് ഇല്ല. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ അതില്ല. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആശയം, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ ഭാഗം വ്യാഖ്യാനിക്കേണ്ടത്. അതിതാണ്, നോഹ പ്രസംഗിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ് നോഹയിലൂടെ പ്രസംഗിച്ചത്. എന്നാൽ അവരനുസരിക്കാത്തവരായി മാറി. അവരിപ്പോൾ എവിടെയാണ്? യാതനാസ്ഥലത്ത്, തടവിലാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അല്ലാതെ രണ്ടാമത് കർത്താവെ പ്രസംഗിച്ച് രക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ടായി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നോഹ പ്രസംഗിച്ചപ്പോൾ നോഹയിലൂടെ സംസാരിച്ചത് കർത്താവിൻ്റെ ആത്മാവായിരുന്നു. എന്നാൽ അവരത് കേട്ടില്ല, അവരനുസരിക്കാത്തവരായി തീർന്നു. അവരിപ്പോൾ എവിടെയാണ്? യാതനാസ്ഥലത്താണ്. ആത്മാക്കളോട് പ്രസംഗിച്ചു, അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇനി അത് കഴിഞ്ഞുള്ള ഭാഗവും നമ്മൾ ചിന്തിച്ചു. ആ പെട്ടകത്തിൽ അല്പേനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ. ഈ വെള്ളത്തിൽ കൂടി എന്ന് അവിടെ എഴുതിയേക്കുന്നത് ത്രൂ ദ വാട്ടേഴ്സ് എന്നാണ്. വെള്ളം അവരെ രക്ഷിച്ചെന്നല്ല. കാരണം അവിടുത്തെ വെള്ളം എന്താണ്? ന്യായവിധി, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ന്യായവിധിയുടെ വെള്ളമാണ് അവിടെ. ആ വെള്ളത്തിലായിരുന്നവരല്ല എന്താ ചെയ്തത്? നശിക്കുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് പ്രതിരൂപമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് പെട്ടകമെന്നത്, അല്ലേ? പെട്ടകം, ദ ആർക്ക്, അത് ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പെട്ടകം കാണിക്കുന്ന ആരെയാ? ക്രിസ്തുവിനെ. ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. അത് ആ ചിന്ത അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പഴയ നിയമത്തിൽ എൻ്റെ ഒരു ചിത്രം കാണാം. അതായത് ഈ അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ അരകെട്ടിയും വടി പിടിച്ചും റെഡിയായിട്ട് നിൽക്കണം. സംഹാരനൂതൻ എന്തു ചെയ്യും? കടന്നു പോകും. അപ്പോൾ ഭവനത്തിനകത്തായിരിക്കണം. ഭവനത്തിൻ്റെ കട്ടിലക്കാലുമ്പേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം അടയാളപ്പെടുത്തണം. ഈ അടയാളമുള്ള ഭവനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും. ഭവനത്തിനകത്ത്, രക്തത്തിനകത്ത് ആയിരിക്കുന്നവർക്ക് രക്ഷയാണ്. വെളിയിൽ വന്നാലോ മരണം ഉറപ്പാണ്. ഇവിടെയും അകത്തായിരിക്കുന്നവർക്ക് എന്താണ്? രക്ഷയാണ്. പെട്ടകത്തിന് വെളിയിലുള്ളവർക്ക് ശിക്ഷയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയുടെ വെള്ളത്തിലൂടെ എന്നാണ്. വെള്ളത്താൽ അവരെ രക്ഷിച്ചെന്നല്ല, പെട്ടകമാണ് അവരെ രക്ഷിച്ചത്. മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും, ഈ ന്യായവിധിയുടെ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്തുള്ളവരുടെ ശരീരത്തിൽ വീണില്ല. ഇതുപോലെ ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുണ്ടാവൂ. അപ്രകാരമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വി ആർ ഇൻ ക്രൈസ്റ്റ്. ഇനിയും ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന പല വാക്കുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതായത് രക്ഷയോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 18ഓളം കീ വേർഡ്സ് ഉണ്ട്. അത് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നതാ. ഇത് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രമായി പഠിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല, വചനത്തിൽ അപ്രകാരം തന്നെ ആ വാക്കുകളുണ്ട്. എന്തുകൊണ്ടാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ ഒരു VBSൽ വെച്ചാണ് രക്ഷിക്കപ്പെട്ടത്. അവിടെ കേട്ട വാക്കുകളൊന്നും എനിക്ക് അന്നേരം യഥാർത്ഥത്തിൽ സ്പഷ്ടമായുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ട് ആ കേട്ട വചനത്തോടെ സമർപ്പിതനായി തീരുവാൻ എനിക്കിടയാക്കി. പിൽക്കാലത്താണ് രക്ഷയുടെ ആ വലിപ്പം തന്നെ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. എല്ലാം മനസ്സിലായിട്ടല്ല കർത്താവിൻ്റെ ആ പ്രവൃത്തിക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. നീതീകരണം എന്നുള്ള വാക്ക് അറിയാമായിരുന്നോ നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത്? മിക്കവാറും ആൾക്കാർക്ക് അറിയാൻ സാധ്യത കുറവാണ്. നീതീകരണം എന്താണ്? നീതീകരണം എന്താണ്? നീതി എന്ന് പറയുന്നത്, റൈറ്റ്വസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ, ഞാൻ പലവട്ടോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്താ പറഞ്ഞു? അതായത് ദൈവസന്നിധിയിൽ, പരിശുദ്ധനായ ദൈവസന്നിധിയിൽ കുറ്റമറ്റ നിലയിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് നീതി എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കും നിൽക്കാൻ കഴിയുന്നു? ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. പരിശുദ്ധനായ പുത്രനല്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റ രീതിയിൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. സോ നമ്മെ രക്ഷിച്ചപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ ഒരു പുനർവിചിന്തനം ചെയ്യുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എന്നെ നീതീകരിച്ചെന്നും എന്നെ വിശുദ്ധീകരിക്കുന്നെന്നും എനിക്കൊരു തേജസ്കരണമുണ്ടെന്നും എൻ്റെ വാചത്വം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണെന്നും എന്നെ പുത്രനാക്കിയെന്നും, അല്ലേ? ഇതെല്ലാം കേട്ടിട്ടാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ പഠനത്തിലൂടെ നമുക്ക് രക്ഷയുടെ വലിപ്പം, അതിൻ്റെ വില, അതാരാ പേ ചെയ്തത്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് പഠിക്കും തോറും കർത്താവിനെ കൂടുതൽ ആരാധിപ്പാൻ, ഒരു ആരാധകനായി മാറാൻ എന്നെ സഹായിക്കും. ഓൺ ദ അതർ ഹാൻഡ്,
ഇവാഞ്ചലിസത്തിന് എന്നെ പ്രേരിപ്പിക്കും. അപ്പോൾ ഒന്ന്, ഈ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ സ്ഥിരമായി പറയുന്നത് മാനസാന്തരം, റിപ്പൻറ്റൻസ് എന്നുള്ള പദമാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ അനവധി വാക്കുകളുണ്ട്. 18ഓളം വാക്കുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാന വാക്കാണ് റിപ്പൻറ്റൻസ് എന്നുള്ള പദപ്രയോഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനും ഫാസ്റ്റിംഗ് പ്രയറിൽ പറയുണ്ടായി മാനസാന്തരത്തെക്കുറിച്ച്, ഞാനും സംസാരിക്കുകയുണ്ടായി. റിപ്പൻറ്റൻസ് എന്നുള്ള പദത്തിന് മൂലഭാഷയിലുള്ള പദം മെറ്റനോയിയ എന്നുള്ളൊരു പദമാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ഓഫ് മൈൻഡ്. എന്താണ് ചേഞ്ച്? പക്ഷെ അത് വിശദീകരിക്കുമ്പോൾ നാം പോകുന്ന ആ സ്ഥലത്ത് നിന്ന് യൂ ടേൺ എടുത്ത് തിരിഞ്ഞു വരുന്ന ആ അവസ്ഥയ്ക്കാണ് മെറ്റനോയിയ എന്ന് പറയുന്നത്. തിരിവെന്നർത്ഥം, തിരിവ്. അപ്പോൾ ആ തിരിവെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തിരിവുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ദൈവസഭയുടെ ആരംഭം. അവിടെ എല്ലാ മാസവും ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. ആ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു അച്ചായൻ, അദ്ദേഹം മുഴുക്കുടിയനാണ്, പക്ഷെ നല്ലൊരു ഡ്രൈവറാണ്. അദ്ദേഹം ഇതിനകത്ത് കയറി വന്നു. അപ്പോഴത്തേനും അവിടുത്തെ ആത്മീയ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അദ്ദേഹം മടിക്കുത്തിലുള്ള ബീഡി, ഈ സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ വെളിയിലോട്ട്, അതായത് അന്ന് ഓപ്പൺ ഗ്രില്ലാണ്, ജനലില്ല, ഗ്രില്ല് മാത്രം, അപ്പോൾ ഗ്രില്ലിൻ്റെ വെളിയിലോട്ട് എടുത്തും വലിച്ചെറിഞ്ഞു. ഭയങ്കരം. അതായത് ഈ ആത്മീയ അന്തരീക്ഷത്തിൽ പുള്ളിക്ക് എന്ത് ചെയ്തു? ഒരു രൂപാന്തരമുണ്ട്, ഒരു മാനസാന്തരം ഉണ്ടായി. ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു മനംതിരിവുണ്ടായി. അതൊരു തിരിവാണ്. സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീറ്റിംഗെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി അതിൽ തപ്പിപ്പറിച്ച് എടുത്തോണ്ട് പോകുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ്. മാനസാന്തരം ഉണ്ടായി, പക്ഷെ അത് നിലനിന്നില്ല. അതായത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധമുണ്ടായ പലരുണ്ട്. യൂതക്കുണ്ടായത് അല്ലേ? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണല്ലോ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ചെന്ന് പക്ഷേ എവിടെ കൊണ്ടുപോയെന്നറിയാം? പുള്ളി കർത്താവിൻ്റെ അടുത്തല്ല വന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് തിരിവ് മാത്രം പോരാ, ദൈവത്തിങ്കലേക്കാണ് തിരിയേണ്ടത്. ദൈവത്തിങ്കലേക്കുള്ള തിരിവ്, അതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ പുരോഹിതൻ പറഞ്ഞു, അത് നമുക്കിതുമായിട്ട് യാതൊരു ഡീലും ഇല്ല, നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തു, പൈസയും തന്നു, ഇനിയിപ്പോൾ എന്താ, ആഫ്റ്റർ സർവീസ് ഒന്നുമില്ല, വാറണ്ടി ഇല്ലാത്ത പരിപാടി. വൺസ് പൈസ തന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എവിടെ പോയി? ഇപ്പം മനുഷ്യനുമില്ല, ദൈവവുമില്ല, പിന്നെ എവിടെ പോകേണ്ടത്? അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു, അതായില്ലേ ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ദൈവവുമില്ല മനുഷ്യനുമില്ലെന്ന് വരുമ്പോൾ പിന്നെ എന്തിനാ എന്നുള്ള ചിന്ത വരിക. 24 വയസ്സുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ, ഡാളസ് കൗബോയ്സിൻ്റെ, അവൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ കളിയിൽ ഡിഫൻഡറാ, അവന് ഒരു സ്കോർ ചെയ്തവനാ. പോലീസ് അവനെ പിന്തുടർന്ന് പറഞ്ഞിട്ട് അവൻ പോയി സൂയിസൈഡ് ചെയ്തു. എന്താ കാര്യം നമുക്കറിയില്ല. 24 വയസ്സുള്ളൂ, പൈസ ഇല്ലാഞ്ഞിട്ടാണ്, കടഭാരത്താൽ ഞെരുങ്ങുന്നത് കൊണ്ടാണ്. ഭയങ്കര കാശാ, ചെറിയ കാശൊന്നുമല്ല, 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ പൈസ അല്ല വിഷയം. ഒരുത്തൻ്റെ മനസ്സിനെ നേരെ നിർത്തുന്ന ദൈവാശ്രയം. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ലേ, എത്രയോ പ്രശ്നങ്ങൾ ഈ തലയ്ക്ക് മീതെ കടന്നു പോയിട്ടുണ്ടെന്ന് അറിയോ? പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, ദൈവം നിർത്തുന്നത് കൊണ്ടാ, അല്ലേ? അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത് ഒരു തിരക്കും കാലില്ല. നമ്മളെ പണ്ട് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളായിരുന്നു എയർപോർട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകുന്ന ഒരു ആഘോഷമാണ്. ഏതെങ്കിലും ഒരു ബന്ധു, അകന്ന ബന്ധുവാണേലും വിളിക്കാൻ പോകുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാനേ. അപ്പോൾ അത് വരുന്ന 2 പേരാണെങ്കിൽ ഒരു കുടുംബസമയത്ത് ഒരു 10 പേരാ വിളിച്ചോണ്ട് വരാൻ പോകുന്നു. അവസാനം പുള്ളിക്ക് നേരെ ഇരിക്കാൻ പോലും കഴിയത്തില്ല വരുന്നവർക്കേ. അപ്പോൾ പോകുന്നത് ശംഖുമുഖം വഴിയാണ് പോകുന്നത്. ശംഖുമുഖത്ത് ചെല്ലുമ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയേ പറ്റൂ. എന്താ അറിയാമോ? തിര കാണാൻ ഇറങ്ങുക. എന്നിട്ട് അവിടെ ആ മണലിൽ എന്ത് ചെയ്യും? എഴുതി വെക്കും. അപ്പോഴത്തേന് തിര വന്ന് അത് മായ്ക്കും, പിന്നെ എഴുതി വെക്കും. ഇതൊക്കെയാണ് പണി. പിന്നെ കാണുന്നൊരു കാര്യം, ഒരു തിരയും നിൽക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? തിര വന്ന് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഈ തിര വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾ ഓടല്ല, ഓടിയാൽ നിങ്ങളെയും കൊണ്ട് പോകും. ഒരു തിരക്കും കാലില്ല, പക്ഷെ നിങ്ങൾക്ക് കാലുണ്ടല്ലോ, അല്ലേ? ജീവിതത്തിനെതിരായിട്ടുള്ള വരുന്ന തിര ഇത്രയേ ഉള്ളൂ. ഓടൽ, ഓടിയാൽ നിങ്ങളെ കൊണ്ട് പോകും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്നും വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തെ അറിയണ്ടേ?
പറഞ്ഞു വന്നത് റിപ്പൻറ്റൻസ് ആണ്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് 10 ബീഡി വലിച്ചവൻ 2 ബീഡിയായിട്ട് കുറയുന്നതല്ല. അതും റിപ്പൻറ്റൻസ് ആണെന്ന് വേണേൽ പറയാം. പക്ഷേ ദൈവത്തിങ്കിലേക്കുള്ള തിരിവ്, ദൈവത്തിങ്കിലേക്കുള്ള തിരിവ്. അതാ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്ന് ഉള്ളത് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ. അപ്പോൾ വിളിക്കുവാൻ എന്നുള്ളത് അവിടെ പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക്, തന്നിലേക്ക് വിളിക്കുവാൻ കർത്താവ് വന്നു. തന്നിലേക്ക് വിളിക്കുവാൻ കർത്താവ് വന്നു. അപ്പോസ്തലപ്രവൃത്തി 17:30. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ ചാപ്റ്റർ 17 വേഴ്സ് 30. അല്ല, എന്നാൽ 17:30. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണ്, റിപ്പൻറ്റൻസ് 3 നിലയിലാണ് ദൈവത്തിൽ കൊടുത്തിരിക്കുന്നത്. 1 കർത്താവിൻ്റെ കൽപ്പനയായിട്ട് നമുക്ക് കാണാം, 2 മനുഷ്യൻ്റെ പ്രവൃത്തിയായിട്ട് കാണാം, 3 ദൈവത്തിൻ്റെ ദാനമായിട്ട് കാണാം. അപ്പോസ്തലപ്രവൃത്തി 26:20. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ ചാപ്റ്റർ 26 വേഴ്സ് 20. ദൈവത്തിങ്കിലേക്ക് തിരിയുക. കണ്ടോ, മാനസാന്തരപ്പെട്ട് എങ്ങോട്ടാണ് തിരിയുന്നേ? ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇനിയും അപ്പോസ്തലപ്രവൃത്തി 20:21, ചാപ്റ്റർ 20 വേഴ്സ് 21. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. അപ്പം മാനസാന്തരം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ദാനമായി, മനുഷ്യൻ്റെ റെസ്പോൺസായി, കൽപ്പന അനുസരണമായി നമ്മിൽ നിന്നും പുറപ്പെടുന്ന ഒരു അനുഭവമാണെങ്കിലും രക്ഷിക്കപ്പെട്ട ശേഷവും ദൈനംദിനത്തിൽ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം ഒരു ഭക്തനെന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം. ഇതുകൊണ്ടാണ് റോമാലേഖനം 12:2 പറഞ്ഞിരിക്കുന്നത്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ, ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിപ്പീൻ. അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ റിപ്പൻറ്റൻസ് എന്നുള്ള ആ പദം സ്വയത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള തിരിവ, പാപത്തിൽ നിന്നും, പാപകരമായ അവസ്ഥയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള തിരിവ, താൽക്കാലികമായതിൽ നിന്നും നിത്യമായതിലേക്കുള്ള തിരിവാണ്. പ്രാകൃതമായതിൽ നിന്നും ആത്മീയമായതിലേക്കുള്ള തിരിവാണ് റിപ്പൻറ്റൻസ്. അതാണ് 1-ാമത്തെ പദപ്രയോഗം രക്ഷയോടുള്ള ബന്ധത്തിൽ. 2 ഫെയ്ത്ത് എന്നുള്ള പദമാണ്. ഫെയ്ത്ത് രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ഘടകങ്ങളിൽ 2-ാമത്തെ കാര്യം ഓർഡറിലല്ല പറയുന്നത്, പക്ഷെങ്കിൽ ഫെയ്ത്ത്, വിശ്വാസം. ഈ വിശ്വാസം എന്നുള്ള പദത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിൽ ചിലത് ദൈവം അനുവദിച്ചാൽ നാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള വിശ്വാസം, രക്ഷാകരമായ വിശ്വാസം, അതെന്താണ് ആ വിശ്വാസം? അത് ഒരു പാപിക്ക് ലഭിക്കണമെങ്കിൽ, ആ ഒരു ചിന്ത ഒരു പാപിക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? അതാണ് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്വയം എനിക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലെന്നും, അതായത് രക്ഷാകരമായ വിശ്വാസം സ്വയം എനിക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലെന്നും ദൈവത്തിന് മാത്രമേ എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ്. എനിക്ക് സ്വയം രക്ഷിപ്പാൻ കഴിയത്തില്ല,
എൻ്റെ പാപപ്രകൃതത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിയത്തില്ല. അതിനെനിക്ക് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന അവസ്ഥയ്ക്കാണ് രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നു. അപ്പം ഈ വിശ്വാസം ഇനിഷ്യൽ സ്റ്റേജിൽ, ഇപ്പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, പക്ഷേ അത് വളരെ മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവോട് എഴുതിയിരിക്കുന്നത്. ലുദിയയുടെ മാനസാന്തരത്തെപ്പറ്റി 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, എ വുമൺ നെയ്മഡ് ലിഡിയ ഫ്രം ദ സിറ്റി ഓഫ് Thyatira, a seller of purple fabrics, a worshipper of God, was listening. And the Lord opened her heart to respond to the things spoken by Paul. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. പൗലോസ് പറഞ്ഞതിനോട് പ്രതികരിക്കാൻ പാകത്തിന് അക്ഷരാഭ്യാസമുള്ള ആർക്കും ഒരു പ്രസംഗം മനസ്സിലാകും. പക്ഷെ അതിനു മുമ്പിൽ സമർപ്പിതരായി തീരണമെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കൂടാതെ സാധിക്കില്ല. അതല്ലയോ കൺവെൻഷനൊക്കെ എത്രയോ പേരാ വരുന്നത്. ഹിന്ദുക്കൾ ചിലപ്പോൾ വന്നെന്നിരിക്കും, മറ്റ് മാർഗത്തിലുള്ളവർ വന്നെന്നിരിക്കും. പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നുണ്ടോ? ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. അപ്പോൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന, മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന പ്രാർത്ഥന എന്താ? ദൈവമേ, ഈ വരുന്നവരുടെ ഹൃദയത്തിൽ അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കണമേ. അല്ലാതെ പ്രസംഗം നന്നാകണമെന്നല്ല. കാരണം പ്രസംഗത്തിൻ്റെ ഭോഷത്വമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ പ്രസംഗത്തിൻ്റെ ചാതുര്യത കൊണ്ടല്ല ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒരുപോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ അവന്റെ ഹൃദയം കേട്ട വചനത്തോട് പ്രതികരിപ്പാൻ പാകത്തിന് ദൈവത്തിന്റെ ആത്മാവ് തുറക്കും. അതവിടെ എഴുതിയിരിക്കുന്നത്. She was listening and the Lord opened her heart to respond to the things spoken by Paul. Amen. അപ്പോൾ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് കേട്ടോ. പെന്തിക്കോസ് ഭവനത്തിൽ ജനിച്ചത് കൊണ്ടുമല്ല. ഒന്ന്, ഞാൻ ക്രിസ്തുവിൽ അവരെന്നെ കണ്ടതുകൊണ്ടാണ്. അവൻ എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. കേട്ട വചനം വിശ്വസിപ്പാൻ കൊണ്ട് എനിക്ക് കൃപ നൽകിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഫെയ്ത്ത്, രക്ഷാകരമായ വിശ്വാസം. മുമ്പേ 20-21 വായിച്ചത് അവിടെ ഈ ഫെയ്ത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അവിടെ പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. അപ്പോൾ മാനസാന്തരം മാത്രം പോരാ, എന്ത് വേണം? അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള തിരിവ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്നുള്ളതാണ് രണ്ടാമത്തെ പദപ്രയോഗം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട്, അവൻ എനിക്ക് വേണ്ടി പകരമായി, അല്ലേ? പകരമായി, പകരക്കാരൻ. ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നതാണ്. പകരക്കാരൻ എന്താണ് പകരക്കാരൻ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാ പറഞ്ഞ. സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്ന് പറയും. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്ത് വിശ്വാസം അത്? യേശു ദൈവത്തിനുള്ള വിശ്വാസമാണോ? ഓക്കെ, യേശു ദൈവത്തിനുള്ള വിശ്വാസം അത് ഏറ്റവും പ്രധാനമാണ്. പക്ഷെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള വിശ്വാസം എന്താ? അവൻ എനിക്ക് പകരമായി എൻ്റെ പാപം ഏറ്റെടുത്ത്, ഞാൻ ഏറ്റെടുക്കേണ്ട മരണം ഏറ്റെടുത്ത്, അല്ലേ? ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പകരം വയ്ക്കൽ, ബദൽ, പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഡൈയിങ് ഓൺ ദ ക്രോസ് ഓൺ മൈ ബിഹാഫ്. എനിക്ക് പകരമായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ. പത്രോസിന്റെ 1-ാം ലേഖനം 3:18. 1 Peter chapter 3 verse 18. ആ വാക്യത്തിൽ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി
പാപം നിമിത്തം. കണ്ടോ, നീതിമാനായ ക്രിസ്തു നീതികെട്ടവനായി എനിക്കു വേണ്ടി, സബ്സ്റ്റിറ്റ്യൂഷൻ, പകരക്കാരനായി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ ക്രൈസ്റ്റ് ഓൾസോ ഡൈഡ് ഫോർ സിൻസ് വൺസ് ഫോർ ഓൾ, ദ ജസ്റ്റ് ഫോർ ദ അൺജസ്റ്റ്. അതാണ് പകരക്കാരൻ എന്ന് പറയുന്നത്. എനിക്കു പകരമായി. അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വിശദമാക്കിയാൽ, മനുഷ്യർ എല്ലാം 3-ാം അധ്യായം 19 മുതൽ, റോമാലേഖനം 3-ാം അധ്യായം 9 മുതൽ 18 വരെയും 23-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ, the scripture teach that all men are sinners. അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ജനിക്കുന്ന എല്ലാ മനുഷ്യരും എന്താണ്? പാപികളാണ്. ഇനി റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം. അപ്പം അത് ശാരീരിക മരണം മാത്രമല്ല, ഇറ്റേണൽ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യർ പാപികളാണ്, ദൈവം പരിശുദ്ധനാണ്, പാപത്തിൻ്റെ ശമ്പളമുണ്ട്, അത് നിത്യമരണമാണ്. അപ്പോൾ ഒരു പാപിയായി ജനിക്കുന്ന മനുഷ്യൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യമരണം. വേറെ ഒരു വഴിയില്ല. സോ വിതൗട്ട് ക്രൈസ്റ്റ്, ക്രിസ്തു ഇല്ലെങ്കിൽ, we are going to die and spend our eternity in hell. ഇത് സത്യമാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യ നരകമാണ് അവൻ്റെ വിധി എന്ന് പറയുന്നത്. ബിക്കോസ് ജനിക്കുന്ന എല്ലാ മനുഷ്യരും പാപികളാണെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ദൈവം പരിശുദ്ധനാണെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഇല്ലാത്തവൻ നിത്യമരണത്തിലാണ്. ഹല്ലേലൂയ. ഇത് ഈ മരണം നിത്യ മരണമാണ്, ലൈഫ് ഇൻ ഹെൽ. പക്ഷെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് ഈ റോമർ 6:23 നമുക്ക് കാണാൻ സാധിക്കും. റോമർ 6:23 അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. 6:23 വായിച്ച്. അതാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം എന്താണ്? The wages of sin is death. പക്ഷെ അതിന്റെ 2ാമത്തെ ഭാഗമാണ് നമുക്ക് ആശ്വാസം, അനുഗ്രഹം. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആമേൻ. അതായത് without Christ we are going to die and spend our eternity in hell. കാരണം പാപത്തിന്റെ ശമ്പളം നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, അതായത് പകരക്കാരനായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണം എന്നുള്ള ആ പദപ്രയോഗം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജീസസ് ഡൈഡ് ഇൻ മൈ പ്ലേസ്. യേശു എനിക്ക് പകരമായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു. And he was crucified on the cross. നമ്മളായിരുന്നു അവിടെ ക്രൂശിക്കപ്പെടേണ്ടത്. നമ്മളായിരുന്നു മരണത്തിന് വിധിച്ചത്. ആ മരണവിധി കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, 2 Corinthians chapter 5 verse 21, പാപം അറിയാത്തവനെ. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3 പ്രധാന പദപ്രയോഗങ്ങളുണ്ട്. പാപം അറിയാത്തവൻ, പാപം അവനിലില്ല, പാപം ചെയ്യാത്തവൻ. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ. ഈ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപയാഗമാക്കി. പാപിയാക്കിയില്ല, പാപയാഗമാക്കി. അപ്പോൾ പാപികളായിരുന്ന എനിക്ക് വേണ്ടി ഞാൻ ഏൽക്കേണ്ട ദൈവത്തിൻ്റെ നീതിയുടെ വിധിയായ മരണം, ആ മരണം എനിക്ക് പകരമായി കർത്താവ് ഏറ്റെടുത്തു. ഇവിടെ പറയുന്നത് പാപം അറിയാത്തതിന് നാം അവൻ ദൈവത്തിന് നീതിയാകേണ്ടതിന്, അവനിൽ നീതിയാകേണ്ടതിന്, അവനിൽ നീതിയാകേണ്ടതിന്. അത് പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗം. മുമ്പേ ഞാൻ പറഞ്ഞു, നീതി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനായി ഒരുവന് നിൽക്കാൻ കഴിയുന്ന അവസ്ഥയാണ്.
അങ്ങനെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നാം കർത്താവിലായതുകൊണ്ട് കർത്താവ് ഏറ്റെടുത്ത ശിക്ഷ പിതാവ് അംഗീകരിച്ച് പിതാവ് പുത്രനെ ഉയർപ്പിച്ചു. നാമും അവനിൽ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പ്രിയമുള്ളവരെ, മരണ പുനരുത്ഥാനങ്ങളുടെ ആ പിക്ചറാണ് സ്നാനത്തിൽ കാണുന്നത്. അപ്പം ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എൻ്റെ ആന്തരിക മനുഷ്യരിൽ അത് ഉളവായി. ഇതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് സ്നാനത്തിൽ ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവില. അപ്പൊ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പത്രോസിന്റെ 1 ലേഖനം 2:24. 1 Peter chapter 2 verse 24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇതൊക്കെയാണ് വ്യക്തിപരമായി ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, അല്ലേ? എൻ്റെ നികൃഷ്ടമായ പാപം പരിശുദ്ധനായ പുത്രൻ്റെ മേൽ ഏൽപ്പിച്ചെന്ന് അവൻ അത് ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. എന്നിട്ട് അവിടെ പറയുക, അവൻ്റെ ആ അടിപ്പിണറാലെ എൻ്റെ പാപരോഗത്തിന് എന്നേക്കുമുള്ള സൗഖ്യമാണ്. കരങ്ങൾ വെച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് യെശയ്യാ 53:4 തന്നെ പറഞ്ഞേക്കുന്നേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇവിടെ ഈ രോഗവും ഈ വേദന എന്ന് പറഞ്ഞ എന്താന്നാ പത്രോസ് പറയുന്നേ? പാപരോഗത്തിന്റെ കാര്യം പറഞ്ഞേ. പത്രോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ ചുമന്നത് എൻ്റെ പാപമാ, അവൻ വഹിച്ചത് എൻ്റെ പാപമാ. അവൻ എനിക്ക് പകരമായി ക്രൂശിന്മേൽ കയറിയപ്പോൾ അവൻ ഇത് വഹിച്ചു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. Here again we see that Christ took the sins we committed onto himself to pay the price for us. പത്രോസിന്റെ 1 ലേഖനം 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ട നീതിമാനായ നീതികൾക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. 53:5 ഇത് തന്നെ പറയുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ഒരുക്കണമെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ, നിത്യ നരകത്തിൽ പോകാന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പരിഹാരം, അല്ലേ? കാരണം പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താ? മരണമാണ്. പക്ഷെ ദൈവപുത്രൻ അവിടുന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ഒരുക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് അതിന് പരിഹാരം ഒരുക്കിയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പാപത്തിന് പരിഹാരമായി. നിത്യ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടെന്ന് നമുക്കിപ്പോൾ നിത്യജീവന്റെ ഉടമകളായി മാറി. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്? വിശ്വാസം മാത്രമാണ്. 150 പരം പ്രാവശ്യം, ഞാൻ വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല, റെഫറൻസ് തരാം. 150 പരം പ്രാവശ്യം. ഞാൻ മുമ്പേ പറഞ്ഞു, ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ്, ഇൻ ദ ലോർഡ്, ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നുള്ളത് 300 പരം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അത് ദൈവശാസ്ത്രപരമായി അതിനെക്കുറിച്ച് പറയുന്നത് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്ന, ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണം. ഇത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ വിഷയത്തിൻ്റെ നടുവിലും നമുക്ക് ഉറപ്പോടെ നിന്ന് പറയാൻ കഴിയും, ഞാൻ കർത്താവിലാണ്. ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആരെന്ന് ചോദിക്കാൻ പറ്റുന്നത് ഞാൻ ക്രിസ്തുവിലായതുകൊണ്ടാണ്. 150 പരം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത് ഓൺലി. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. പഴയ നിയമത്തിൽ വിളിച്ചത് 11-ാം അധ്യായത്തിൻ്റെ അവസാനമാണ് അബ്രഹാമിനെ. 12-ാം അധ്യായത്തിലാണ് നമ്മൾ അദ്ദേഹം യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നത്. 15-ാം അധ്യായത്തിൽ കർത്താവിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയാം. അപ്പോൾ അബ്രഹാം പറയാ, ഓ, നീ എനിക്ക് സന്തതിയൊന്നും തന്നിട്ടില്ല, ഈ ദമ്മശേഖരനാണ് എലിയാസർ,
പിന്നെയും കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ പുള്ളി ഭാര്യയുടെ പേര് വാക്ക് കേട്ടിട്ട് നീ എനിക്ക് സന്തതി തന്നിട്ടില്ല, ഈ ഇസ്മയിൽ എൻ്റെ മുമ്പിൽ ജീവിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ ആലോചനയിൽ പറയുന്ന. ദൈവം എന്താ പറയുന്നറിയോ? നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്കൊരു മകനെ തരാൻ പോകും. ഇത് പുള്ളി അങ്ങ് വിശ്വസിച്ചു. ഇതിന് മുമ്പേ എന്തെങ്കിലും ഒരു അടയാളം വല്ലതും പുള്ളി കണ്ടായിരുന്നോ? ഇത് പുള്ളി വിശ്വസിച്ചത്. ഒരു ജാതീയ മനുഷ്യനെ വിഗ്രഹം പൊക്കൊണ്ട് നടന്ന് വിറ്റുകൊണ്ടിരുന്ന മനുഷ്യനാ. ദൈവം പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. അതാണ് പുള്ളിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ. കേട്ട് വിശ്വസിക്കാനൊരു, അതുകൊണ്ടല്ലേ പുള്ളിയെ പുള്ളിയല്ലല്ലോ, ആ ഭക്തനെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്. പറഞ്ഞതും വിശ്വസിച്ചു. ആ വെളിപ്പാടിൻ്റെ ശ്രേഷ്ഠതയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ശ്രേഷ്ഠതയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട് 15-ാം അധ്യായത്തിൽ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. റോമാലേഖനം 4-ാം അധ്യായത്തിൽ ഇത് തന്നെയാ പറയുന്നേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എക്കാലവും ദൈവത്തിന് മുമ്പിൽ ആർക്കെങ്കിലും നീതിമാനായി നിൽക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ കഴിയുള്ളൂ. ജസ്റ്റിഫിക്കേഷൻ ഈസ് ഓൺലി ബൈ ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് അലോൺ. യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മളത് ചിന്തിച്ചാണ്. യാക്കോബ് 2 പേരുടെ കാര്യം പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് അബ്രഹാം. അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടവനില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെട്ടവനൊരു പ്രവൃത്തി ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് അബ്രഹാം പറയുന്നത്. കാരണം 15-ാം അധ്യായത്തിലാണ് നീതീകരിക്കപ്പെട്ടത്, 22-ാം അധ്യായത്തിലാണ് പ്രവൃത്തി വരുന്നത്. എന്താ പ്രവൃത്തി 22-ാം അധ്യായത്തിലെ? മകനെ യാഗം കഴിക്കുന്നത്. 15-ാം അധ്യായത്തിൽ പക്ഷേ വിശ്വാസത്താലാണ് താൻ നീതീകരിക്കപ്പെട്ടത്. യാക്കോബ് പറയുന്നത് വെറുതെ പറച്ചിൽ മാത്രം പോലെ പ്രവൃത്തിയോട് വേണമെന്ന്. അതാ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സിങ് പോയിന്റ്. അതാ 3-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, നാക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ആണെങ്കിൽ ഷേർലി സിസ്റ്ററാണ് നാക്കിൻ്റെ കാര്യം. ഞാൻ പോയിന്റെല്ലാം എടുക്കുമായിരുന്നു കേട്ടോ. അല്ല, സുന്ദരം പ്രസംഗമല്ലേ. സഹോദരന്മാരുടെ മീറ്റിങ്ങിലൊക്കെ വല്ലപ്പോഴും സഹോദരന്മാരും കയറിയിരിക്കണം, പോയിന്റ് കിട്ടും. അതെന്താന്ന് ചോദിച്ചാൽ, പ്രൊഫഷൻ മാത്രം പോരാ, എന്തു വേണം? പ്രവൃത്തി കൂടെ വേണം. അതാ യാക്കോബ് സ്ട്രെസ് ചെയ്യുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ. പക്ഷെങ്കിൽ നീതീകരിക്കപ്പെട്ടവനായി ആർക്കെങ്കിലും നിൽക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ അത് വിശ്വാസത്താൽ മാത്രമാണ് സാധിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് വേണ്ടി പകരക്കാരനായി ഏറ്റ ആ മരണം, അത് വിശ്വാസത്താലാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3-ാമത്തെ ആ പദം എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പകരക്കാരൻ. അവിടുന്ന് എനിക്ക് പകരമായി. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പാപിയായിരുന്ന എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്ത് എനിക്ക് പകരമായി മരിച്ച് എൻ്റെ പാപം ഏറ്റെടുത്ത്. അതാ പാപം അറിയാത്തവനെ ഞാൻ അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം.